ഹലോ, എന്താ പേര്? ജിനു. ജീനു, നാട്ടിലെവിടെയാണ്? നാട്ടില് കൊല്ലം. ഇവിടെ എന്ത് ചെയ്യുക? ഞാൻ PhD. എങ്ങനെയാണ് ഇവിടുത്തെ PhD ഡയറക്റ്റ് എങ്ങനെ വന്നു ഇവിടെ എത്തിപ്പെട്ടു? മാസ്റ്റേഴ്സ് നാട്ടിലായിരുന്നു ചെയ്തത്. Okay. മാസ്റ്റേഴ്സിന് ശേഷം ഞാൻ അങ്ങനെ PhD മനസ്സിലായി ചെയ്തു. ആ. അങ്ങനെ ഇവിടുത്തെ ഒരു ടോപ്പിക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇവിടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഡയറക്റ്റ് നാട്ടിൽ നിന്ന് ഇവിടേക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്ങനെ ഉമ്മിയ യൂണിവേഴ്സിറ്റി കണ്ടുപിടിച്ചേ? ഉമ്മിയ യൂണിവേഴ്സിറ്റി പറയുമ്പോൾ എൻ്റെ ടോപ്പിക് അനുസരിച്ചാണ് ഉമ്മിയിലേക്ക് ചൂസ് ചെയ്യുന്നത്. Okay. എനിക്ക് ഇവിടെ വരുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിയെ പറ്റി അധികം ധാരണയില്ലായിരുന്നു. ഞാൻ ഒരു കൊളാബ് വെക്കും ആയിട്ട്. അപ്പോൾ ടോപ്പിക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അങ്ങനെ അപ്ലൈ ചെയ്ത് എന്തെങ്കിലും സ്കോളർഷിപ്പിന്റെ ബേസിസിലോ അങ്ങനെ എന്തെങ്കിലും? മെഡിക്കൽ. അപ്പൊ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് എക്സ്പെൻസ് ഒക്കെ ഈ സ്കോളർഷിപ്പിലാണ് കവർ ചെയ്തത്. എല്ലാം കവർ ചെയ്ത്. എത്ര നാളത്തെ കോഴ്സ് ഇവിടെ? എത്ര 4 വർഷം? 4 വർഷം കഴിഞ്ഞ് ഇവിടെ സെറ്റിൽ ആവാനാണോ അതോ തിരിച്ചു വരാനുള്ള പ്ലാനാണോ? അത് ക്വസ്റ്റ്യൻ തീരുമാനിച്ചിട്ടില്ല. ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് ഇവിടേക്ക് വന്നിട്ട് പെട്ടെന്നുള്ള ഒരു സ്വിച്ചിങ് ആയിരുന്നല്ലോ നാട്ടിലെ ക്ലൈമറ്റ് ഇവിടുത്തെ ക്ലൈമറ്റ്. എന്ത് തോന്നി? ക്ലൈമറ്റ് ഞാൻ സമ്മറിലായിരുന്നു. സോ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു. പിന്നെ ഒരു കൾച്ചറൽ ഷോക്ക് അങ്ങനെ ഒന്നും വന്നില്ല. ഇവിടെ ഇഷ്ടപ്പെട്ടോ ഇവിടുത്തെ ആൾക്കാർ, ഇവിടുത്തെ സിസ്റ്റം, എഡ്യൂക്കേഷൻ? ക്ലൈമറ്റ് നമ്മളെ അത്രയും കൊണ്ടില്ല. അല്ല, ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസേഴ്സും കാര്യങ്ങളും ഇന്റഗ്രേഷനും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇതുവരെ കുഴപ്പമില്ല. കാര്യം ഞാൻ തുടങ്ങിയിട്ടുള്ളൂ. സോ ഹാപ്പിയാണ്. എനിവേ, താങ്ക് യു സോ മച്ച്. സ്കോളർഷിപ്പിന്റെ പേരെന്തായിരുന്നു? വെരി ഗുഡ്. വെരി ഗുഡ്.